എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോഴേ ഞാനിന്ന് വന്ന് ഇന്നത്തെ രാവിലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പണി കിട്ടിയൊന്നുമില്ല അങ്ങനെ. ഞാനാണെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് 4 മണിയൊക്കെയാണ്, ഉച്ച കഴിഞ്ഞിട്ടാണ് അരി വെള്ളത്തിൽ ഇട്ടത്. 9 മണിയാകുമ്പോൾ ഞാൻ ആട്ടി വെച്ചു. പക്ഷേങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേൻ്റെ മാവ് ഇതേ പൊങ്ങി പൊളിച്ച് നല്ല ഒരുമാതിരി അങ്ങായിപ്പോയി. അത്രയും പുളിക്കുന്ന മാവ് അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് ദോശയൊന്നും വരില്ലല്ലോ, അങ്ങ് സ്പോഞ്ച് പോലെ ആയിപ്പോയി. ഞാൻ എന്നിട്ടാണെങ്കിൽ ചൂട് കാരണം ഞാൻ സാധാരണ നൈറ്റ് ആട്ടി വെക്കുന്ന പതിവ്. എന്നിട്ട് ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു പുളിച്ച് കിടത്തില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും പോയി കിടന്നിട്ട് പിന്നെ ഞാൻ 7 മണി 8 മണിയപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോഴാണ് മാവ് ഇത്രയും പൊങ്ങിപ്പോയി കേട്ടോ. മോനാണെങ്കിൽ 9:30 ട്യൂഷനും പോകണമായിരുന്നു. രാവിലെ പോകുമെന്ന് പറഞ്ഞാൽ അമ്മാനക്ക് ട്യൂഷൻ ആ സമയം. ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതാണ് ഈ ശിക്ഷ. പെട്ടതിൻ്റെ മാവ് ഞാൻ ഉപ്പൊക്കെ ഇട്ടൊന്ന് കലക്കി ചേർത്ത് വെച്ചിട്ട് പിന്നെ അങ്ങ് ദോശ ഇട്ടെടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ മക്കൾക്കാണെങ്കിൽ തേങ്ങ ചമ്മന്തിയും കാട്ടി ഇഷ്ടം കടലയും കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഞാൻ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഞാൻ തക്കാളി ചട്നി കപ്പലണ്ടി ചട്നി ഉണ്ടാക്കുന്നത് ഞാൻ കൂടുതൽ വെളുത്തുള്ളി, പച്ചമുളക്, ഇച്ചിരി പുളിയും ഇച്ചിരി ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്ന പതിവ്. അതായത് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തിട്ടിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട്, കപ്പലയുടെ തൊലിയെല്ലാം കളയും കേട്ടോ. തണുക്കുമ്പോഴത്തേന് കപ്പലയുടെ തൊലിയെല്ലാം പോകുമല്ലോ, അതും എല്ലാം തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ പാറ്റി എടുത്തിട്ട് അത് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ചട്നി ഉണ്ടാക്കുക പതിവ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നെ ദോശ ഉണ്ടാക്കി കേട്ടോ. ദോശയാണെങ്കിൽ അത്ര ഫുള്ളായിട്ട് അങ്ങ് വരുന്നില്ലായിരുന്നു, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിടുന്നുണ്ടായിരുന്നു. വെച്ചാൽ മാവ് ശരിക്കും അങ്ങ് ഇതായിപ്പോയി, സ്പോഞ്ച് പോലെ ആയിപ്പോയി. പിന്നെ ഞാൻ ദോശ കൂടുതൽ നെയ്യിലാണ് കുട്ടികൾക്ക് ചുട്ട് കൊടുക്കുന്നത്. അത് നെയ്യ് ഞാനാണെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന നെയ്യ് അധികം യൂസ് ചെയ്യത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന വീട്ടിൽ ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ എടുത്ത നെയ്യാണത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പാല് കൊണ്ടുവരുന്ന ആളുടെ കയ്യിൽ നിന്ന് മേടിക്കും. അത് 1 ലിറ്റർ നെയ്ക്ക് 700 രൂപയാണ്. ഞാൻ അങ്ങനെയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അയാളുടെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത് പതിവ്. ഞാൻ കടയിൽ നിന്ന് അങ്ങനെ മേടിച്ച് അധികം യൂസ് ചെയ്യത്തില്ല. എനിക്കെന്തോ അതങ്ങോട്ട് സ്മെല്ല് എനിക്കങ്ങോട്ട് പിടിക്കത്തില്ല. അത് കാരണം പിന്നെ നമ്മൾ എപ്പോഴും വീട്ടിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പതിവുള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ ഒന്ന് കടുക് വറുത്ത് ചമ്മന്തി ഒന്ന് ചൂടാക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചൂടും കൂടെ ആയത് കാരണം പെട്ടെന്ന് ചീത്തയായി പോകുന്നത് കാരണം ഞാൻ ചൂടാക്കിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എല്ലാം റെഡിയാക്കി, മോനും പോകാൻ സമയമായല്ലോ. പിന്നെ മോന് ദോശയൊക്കെ കൊടുത്തു. അവനാണെങ്കിൽ അധികമൊന്നും വേണ്ട, രാവിലെ അല്ലേ, കുട്ടികൾക്ക് വലിയ ഇതൊന്നുമില്ല. അതിൻ്റെ 2 ദോശ നിന്നിട്ട് അവൻ പോയി, അവന് ചായ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനും പതുക്കെ 2 എണ്ണമൊക്കെ കഴിച്ചു. രാവിലെ ഇരുന്ന് അങ്ങനെ അങ്ങ് പോയി. പുറത്തൊക്കെ ഒന്ന് പോകണമായിരുന്നു, അതുകൊണ്ട് കഴിച്ചിട്ട് ഞാൻ പിന്നെ പുറത്തൊക്കെ ഒന്ന് പോയി റെഡിയായിട്ട് വന്നു. ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ കപ്പലണ്ടിയും ചായയും ദോശയായിട്ടൊക്കെ. ഞാൻ കുട്ടി എഴുന്നേറ്റ്, കൊച്ചാൾ എഴുന്നേറ്റില്ല, ഹസ്ബൻഡ് പിന്നെ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നിങ്ങനെ അങ്ങ് പോയി. അത് കാരണം